ഹായ് ഹലോ, ഞാൻ നിംസ്. നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി നമ്മൾ ടാറോ കാർഡ് ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് പോവാം. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളിപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വെൽഡേ വരുന്ന റീഡിംഗ് ആണ്. പോസിറ്റീവായിട്ടുള്ള ചിന്തകൾക്ക് മാത്രമേ ഇവിടെ സ്ഥാനമുള്ളൂ. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് മാത്രമേ നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവ് ഉള്ളൂ. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ആദ്യത്തെ കാർഡ് 8 ഓഫ് കപ്സിന്റെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുക തന്നെയാണ് ചെയ്യുന്നത്. ലെറ്റ് ഇൻ ഗോ സിറ്റുവേഷനെയാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങളോടുള്ള സ്നേഹം അവിടെയുണ്ട്. ആ ഒരു കപ്പ് നിറയെ സ്നേഹമുണ്ട്. എങ്കിലും അവരുടേതായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആയിട്ട് ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു എന്നാണ്. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നാണ് ഇവിടെ കാർഡ് പറയുന്നത്. ഇവിടെ ഒരു സ്റ്റക്ക് എനർജി ഉണ്ട്. അവർക്ക് തീരുമാനമെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടായില്ല. നിങ്ങളും അവരും സെപ്പറേഷനിൽ വരുന്ന ആ ഒരു സാഹചര്യത്തിൽ പാസ്റ്റിൽ അവർക്ക് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടായില്ല എന്നാണ് കാർഡ് പറയുന്നത്. ആ ഒരു കാര്യത്തിൽ ഡിസപ്പോയിൻമെന്റ് ആണ് കാണിക്കുന്നത്. ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അവർക്ക് മാനസികമായിട്ട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. തീരുമാനമെടുക്കാൻ സാധിക്കാത്തതിൽ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ആദ്യത്തെ കാർഡ് പറയുന്നത്. 5 ഓഫ് വാൻഡ്സ് നിങ്ങളുടെ പേഴ്സന്റെ എനർജി തന്നെയാണ്. തീരുമാനമെടുക്കാനായിട്ട് അവർക്ക് ലിമിറ്റ്സ് ഉണ്ടായിരുന്നു എന്ന് പറയാണ്. അവരുടെ ജീവിത സാഹചര്യങ്ങളെയാണ് ഇവിടെ കാണിക്കുന്നത്. പല സന്ദർഭങ്ങളിലായിട്ട് നിങ്ങളെ കാണുവാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്, പരിശ്രമിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങളും അതുപോലെ തന്നെയാണ് അവരെ കാണുവാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്, പരിശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതിനുശേഷം അവർക്ക് വന്നിട്ടുള്ള മാറ്റത്തെയാണ് കാണിക്കുന്നത്. അവർ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അവരും ആഗ്രഹിക്കുന്നു എന്നാണ് കാർഡ് പറയുന്നത്. അവർ ഇപ്പോൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ മനസ്സിലൂടെ പോകുന്നത് നിങ്ങളെ ഒന്ന് കാണണമെന്നാണ്. അത്രയേറെ നിങ്ങളെ മിസ് ചെയ്യുന്ന എനർജി ആയിട്ടാണ് ഇവിടെ 5 ഓഫ് വാൻഡ്സ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് 7 ഓഫ് പെന്റക്കിളിന്റെ എനർജിയാണ്. ഇവിടെ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനാണ്, നന്ദി പറയാനാണ്. നിങ്ങൾക്ക് ഇതുവരെയും സംഭവിച്ചിട്ടുള്ള ഏതൊരു കാര്യമാണെങ്കിലും എല്ലാത്തിനും നന്ദി പറയുക. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രസ്സിനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ കരിയറിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാകുന്നു. ഇവിടെ നിങ്ങൾ യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞാൽ മാത്രമേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. നിങ്ങളിലേക്ക് വരുന്നത് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് തന്നെയാണെന്ന് പറയുന്നു. ഇവിടെ ഹാർവസ്റ്റിനെയാണ് കാണിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്നൊരു പ്രവൃത്തിയിൽ നിങ്ങൾക്ക് അബഡൻസ് ഉണ്ടാകുന്നു. പെൻഡക്കിൾസ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൽ സെപ്പറേഷനിലായ ഒരു നിമിഷം മുതൽ നിങ്ങൾ എന്തൊരു കാര്യം ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ പ്രോഗ്രസിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്, അതിൽ സക്സസ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് കാർഡ് 5 ഓഫ് കപ്സിന്റെ എനർജി റിവേഴ്സ് ആണ്. അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നു എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് മറക്കാനായിട്ട് സാധിക്കുന്നില്ല. നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. എങ്ങനെയെങ്കിലും അവരൊന്ന് കാണണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് കാർഡ് പറയുന്നത്. ഡീപ്ലി കണക്ഷനെയാണ് കാണിക്കുന്നത്. അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ, പാസ്റ്റിലെ എനർജിയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഓൾഡ് സ്റ്റോറി, നിങ്ങളും അവരും തമ്മിലുണ്ടായിട്ടുള്ള നല്ല നിമിഷങ്ങളെ നിങ്ങൾ ഓർത്തെടുക്കുന്നുണ്ട് എന്ന് എന്തെന്നില്ല, അവരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മിസ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാർഡ് പറയാണ്. ആ ഒരു ഷേഡോ നിങ്ങളിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വേദനിക്കുന്നുണ്ട്, അവരെ കാണാൻ സാധിക്കാത്തതിൽ വേദനിക്കുന്നുണ്ട്. ഹീലിംഗ് ആണ് ഇവിടെ ആവശ്യമെന്ന് യൂണിവേഴ്സ് പറയുന്നു. നെക്സ്റ്റ് കാർഡ് 4 ഓഫ് വാൻഡ്സിന്റെ എനർജി. ഒരു സെലിബ്രേഷനാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വ്യക്തികളുമായിട്ടുള്ള ചെറിയൊരു സെലിബ്രേഷൻ. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണെ കാണുവാനായിട്ടുള്ള ഒരു അവസരത്തെ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളും അവരും കാണുവാനായിട്ടുള്ള അവസരം യൂണിവേഴ്സ് ആയിട്ട് തന്നെ ഒരുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ അവരെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നു. 2 ഓഫ് വാൻഡ്സിന്റെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ഫാമിലി, ഇതെല്ലാം നിങ്ങൾ നോക്കുന്നുണ്ട്. എങ്കിലും നിങ്ങളുടെ പേഴ്സണെ കുറിച്ചുള്ള ചിന്തകളെ തന്നെയാണ് 2 ഓഫ് വാൻഡ്സ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും കുറച്ച് ഡിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്, അകലെയാണ്. നിങ്ങൾ നോക്കിയിരിക്കുകയാണ്, അവരിലേക്ക് എങ്ങനെയെങ്കിലും എത്തണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതുതന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ എനർജി നോക്കുമ്പോൾ 10 ഓഫ് സോർട്സ് കാർഡ് പറയുന്നത് പെയിൻഫുൾ എൻഡിങ് എന്നാണ്.
നിങ്ങളും അവരും തമ്മിൽ കാണുവാനായിട്ടുള്ള അവസരത്തെ യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് ഒരുക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ക്രൈസിസ് ഉണ്ടായിരുന്നു. നിങ്ങളും അവരും തമ്മിൽ ഈ ഒരു സെപ്പറേഷൻ വരാൻ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾ അതിൽ നല്ല രീതിയിൽ വേദനിച്ചിട്ടുണ്ട്. എന്നാൽ ഇനി നിങ്ങളിലേക്ക് വരുന്നത് അവസരമാണ്, ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറയുന്നു. ഇവിടെ യൂണിവേഴ്സൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം നേടിയെടുത്തതായിട്ട് സങ്കല്പിക്കുക. അതിന് യൂണിവേഴ്സിനോട് നന്ദി പറയാൻ പറയുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങളിലേക്ക് ഹോപ്പ് എന്നാണ് പറയുന്നത്, ഓപ്പർച്യൂണിറ്റി ആണ്, അവസരമാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് 4 ഓഫ് കപ്സ് കാർഡ് പറയുന്നത്. അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരികയാണ്. അവരുടെ ഇമോഷണൽ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരികയാണ്. എങ്കിലും നിങ്ങൾ എന്ന വ്യക്തിയെ അവർക്ക് മറക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. നിങ്ങളുടെ ഓർമ്മയിലൂടെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് കാണണം. അവർ തെറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് തന്നെയാണ് അവർ പോയിട്ടുള്ളത്. എങ്കിലും ഇന്ന് നിങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് എല്ലാ രീതിയിലും ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുള്ളൂ, അവർക്ക് വരുള്ളൂ എന്ന് അവർ മനസ്സിലാക്കുകയാണ്. ഇവിടെ സ്റ്റെബിലിറ്റി വേണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഹാർട്ട് ബ്രോക്കൺ ആണ്. അവർക്ക് ഉറങ്ങാൻ പോലും സാധിക്കാത്ത ഒരു സാഹചര്യത്തിലൂടെ പോകുന്നു. നിങ്ങളെ അത്ര കണ്ട് മിസ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സണെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നെക്സ്റ്റ് കാർഡ് സ്ട്രെങ്ത് ആണ്. നിങ്ങളുടെ എനർജിയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ കറേജിനെ, നിങ്ങളുടെ പവറിനെ, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ചുറ്റുമുള്ള എനർജീസ് എല്ലാവരും നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി തരുന്നവരല്ല, നെഗറ്റീവ് എനർജീസ് ഉണ്ട്. നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ ശ്രദ്ധിക്കണം, നിങ്ങളിലേക്ക് ഒരു എനർജി കൊണ്ടുവരണം എന്ന് യൂണിവേഴ്സ് പറയുന്നു. യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ഈ ഒരു എനർജി നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിന് വളരെയേറെ ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി വരുള്ളൂ. ആ ഒരു പോസിറ്റീവ് എനർജിക്ക് മാത്രമേ നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് സ്പിരിച്വൽ ആയിട്ടുള്ള അബണ്ടൻസ് ഇവിടെ വേണമെന്നാണ്, നിങ്ങളിലേക്ക് സംഭവിക്കുന്നു എന്നാണ്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളുടെ ഗ്രേസ്ഫുൾ ലീഡർഷിപ്പിനെയാണ് കാണിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിങ്ങൾക്ക് സക്സസ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു കരിയർ വരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കുറച്ച് മാറ്റങ്ങൾ സംഭവിക്കാൻ പോവാണ്. ഈ മാർച്ച് മാസത്തോടു കൂടി നിങ്ങളിലെ പ്രശ്നങ്ങൾ സോൾവ് ആകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബാഡ് കർമ്മ എൻഡ് ആകുന്നു എന്നാണ് പറയുന്നത്. 8ന്റെ എനർജിയാണ്. 8 ദിവസത്തിന് ശേഷം നിങ്ങളിലേക്ക് വരുന്ന പ്രോഗ്രസിനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. കാരണം നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് 10 ഓഫ് വാൻഡ്സ് ആണ്. ഇവിടെ നിങ്ങളിലേക്ക് വരുന്ന അവസരങ്ങളെ, ഓപ്പർച്യൂണിറ്റിയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഇവിടെ നിങ്ങൾ ലഗേജുമായിട്ട് പോവുകയാണ്. നിങ്ങൾക്ക് വരുന്ന യാത്രയെയാണ് കാണിക്കുന്നത്, നിങ്ങളിലേക്ക് വരുന്ന അവസരങ്ങളെയാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പ്രോഗ്രസിനെ യൂണിവേഴ്സ് പറയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തെ കൂടി പറയുന്നുണ്ട്. നിങ്ങൾ കൊടുക്കേണ്ട കാര്യങ്ങളെ, കുറച്ച് കാര്യങ്ങൾക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് പറയുന്നു. നിങ്ങളുടെ ജീവിത യാത്രയിൽ കുറച്ച് ലക്ഷ്യങ്ങൾ നിങ്ങൾക്കുണ്ട്. ആ ലക്ഷ്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ യൂണിവേഴ്സ് നിങ്ങളോട് പറയാണ്. നിങ്ങളുടെ പേഴ്സൺ താൽക്കാലികമായിട്ടാണ് നിങ്ങൾ ഇന്ന് മാറി നിൽക്കുന്നത്, നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്ന് തന്നെയാണ് മറ്റുള്ള കാർഡ്സ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ ചിന്തകൾ എന്ന് പറയുന്നത് അവരെക്കുറിച്ച് ഇടയ്ക്കൊക്കെ ഓർമ്മ വരുമ്പോൾ തളർന്നു പോകുകയാണ്, ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യാണ്. അങ്ങനെയല്ല നിങ്ങൾ വേണ്ടത്. നിങ്ങളുടെ ലൈഫിന്റെ പ്രോഗ്രസിനെ കാണുക, നിങ്ങളുടെ കരിയറിനെ കാണുക, ഇവിടെ നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളെ കാണുക. അവർ വരും. അതുവരേക്കും നിങ്ങളിലേക്ക് സംഭവിക്കേണ്ട മാറ്റത്തെ യൂണിവേഴ്സ് കാണിച്ചു തരികയാണ്. നിങ്ങളിലേക്ക് മാറ്റം സംഭവിക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുള്ളൂ. ഇവിടെ ഡെത്ത് ആൻഡ് റീബർത്ത് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇവിടെ എൻഡായി പോകുന്ന ഒന്നല്ല എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. മാറ്റം തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും പോയ സമയത്ത് നിങ്ങളൊന്നുമല്ലാതിരുന്നു. എന്നാൽ അവർ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ എന്തൊക്കെയോ ആവണം. നിങ്ങളുടെ ലൈഫിന്റെ പ്രോഗ്രസ് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത്. സൈക്കിൾ തിരിയാണ്. നിങ്ങളുടെ പേഴ്സന്റെ എനർജി എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മയിലൂടെ തന്നെയാണ് പോകുന്നത്. റീബർത്ത് എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ്. നിങ്ങളില്ലാതെ അവർക്ക് അവരുടെ ജീവിതം പൂർണ്ണതയിൽ എത്തിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവ് അവരിൽ വന്നിട്ടുണ്ട്. ഇവിടെ പ്രോഗ്രസ് എന്നാണ്, പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ യൂണിവേഴ്സ് ആയിട്ട് തന്നെ അവർക്ക് അവയർനെസ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്ന വ്യക്തിയുടെ വാല്യൂ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നെക്സ്റ്റ് കാർഡ് പറയുന്നത്, വീൽ ഓഫ് ഫോർച്യൂൺ. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന മാറ്റത്തെ തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങളിലെ പ്രോഗ്രസ് എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന നല്ല ദിവസങ്ങളെയാണ് കാണിച്ചു തരുന്നത്.
നിങ്ങൾ ആഗ്രഹിച്ച നേട്ടത്തിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നാണ്. ഇവിടെ കാർമിക് ലെസൺസ് നിങ്ങളും അവരും അനുഭവിച്ചു കഴിഞ്ഞു. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ പോയി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി മാത്രമാണ്. ആ ഒരു എനർജി തന്നെയാണ് നിങ്ങളുടെ ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് ആയിട്ട് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഇവിടെ നിങ്ങൾക്ക് 3 ഓഫ് കപ്സിന്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വ്യക്തികളുമായിട്ടുള്ള ചെറിയൊരു ഗെറ്റ് ടുഗദറിനെയാണ്, കൂടിച്ചേരലിനെയാണ്, നിങ്ങൾ സന്തോഷിക്കുന്ന നിമിഷത്തെയാണ് കാണിച്ചു തരുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ പ്ലാനിങ്ങിനെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടി നിങ്ങൾ പദ്ധതിയിട്ടിട്ടില്ല ആ ഒരു കാര്യത്തിൽ ഇവിടെ പ്രോഗ്രസ് എന്നാണ്. കമ്മ്യൂണിറ്റിയാണ് കാണിക്കുന്നത്, കൂട്ടായ പ്രവർത്തനത്തെയാണ് കാണിക്കുന്നത്. ഇവിടെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തെ കാണിക്കുന്നു. നിങ്ങളുടെ കരിയർ ആവാം ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഷെയറിംഗ് ആൻഡ് ലിസണിങ് എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ സ്വീകരിക്കുന്ന കാര്യങ്ങൾ, ആ അറിവ് എന്ത് തന്നെയായാലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രോഗ്രസ്സിൽ എത്തിക്കുമെന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. മാനിഫെസ്റ്റിംഗ് ടുഗദർ എന്നാണ്. നിങ്ങൾ മാത്രമല്ല, നിങ്ങളോടൊപ്പം ചേർന്ന് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വ്യക്തികളും ചേർന്ന് ഒരുമിച്ച് പദ്ധതിയിടുന്ന നിങ്ങളുടെ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള, നിങ്ങളുടെ കരിയർ പരമായിട്ടുള്ള കാര്യങ്ങളിൽ ഗ്രോത്ത് ആണ് പറയുന്നത്. അബണ്ടൻസ് എന്നാണ്. അത് തന്നെയാണ് പേജ് ഓഫ് വാൻസ് പറയുന്നത്. ക്രിയേറ്റീവായിട്ട് നിങ്ങൾ ചെയ്യുന്നു, വേറിട്ട് ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു എന്നാണ്. ന്യൂലി ഫൗണ്ടഡ് ഇൻസ്പിറേഷൻ എന്നാണ് കാർഡ് പറയുന്നത്. നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നു. അതിലൂടെ നിങ്ങൾക്ക് വരുന്ന നേട്ടത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഇവിടെ ട്രൈങ് ന്യൂ തിങ്സ് എന്നാണ്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പദ്ധതിയിടുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ക്യൂരിയോസിറ്റി ആണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് എന്തും ചെയ്യാൻ ഇപ്പോൾ ആകാംക്ഷയാണ്. ഒരു സമയത്ത് പാസ്റ്റില് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മടിയായിരുന്നു. എന്നാൽ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്ത് തുടങ്ങിയ നിമിഷം മുതൽ നിങ്ങളിലേക്ക് വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് എനർജിയാണ്. എനിക്ക് എന്തും ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ള ചിന്തയാണ്. ആ ചിന്ത തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. അത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ ഡിസപ്പോയിൻമെന്റ് ആയിട്ട് കാണിക്കുന്നത്, റിഗ്രറ്റ് ആയിട്ട് കാണിക്കുന്നത്. അവരുടെ ചിന്തകൾ എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് തന്നെയാണ്. നിങ്ങൾക്ക് വന്നിട്ടുള്ള മാറ്റത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. അവർ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ വാല്യൂവിനെ. അവർ കരുതിയിട്ടുണ്ടാവാം നിങ്ങൾ തോറ്റുപോകുമെന്ന്. എന്നാൽ അങ്ങനെയല്ല നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത്. ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. ആ ഒരു മാറ്റം തന്നെയാണ് നിങ്ങളുടെ പേഴ്സണെ അതിശയിപ്പിക്കുന്നത്, നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ഒരു പ്രേരണ നൽകുന്നത്. കാരണം അവരാണ് തെറ്റ് ചെയ്തത് എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അത് തന്നെയാണ് നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നത്. ഒരിക്കൽ ഡെക്ക് നോക്കാം. ഇവിടെ ആദ്യത്തെ കാർഡ് പറയുന്നത് സബോട്ടേജ് എന്നാണ്. ഐ മെസ് അപ്പ് ദ ഗുഡ് തിങ്സ് ഇൻ മൈ ലൈഫ് സംടൈംസ്. നിങ്ങളില്ലാത്ത ഈ ഒരു ജീവിതം, ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അവരിലേക്ക് നല്ല കാര്യങ്ങൾ മിസ് ചെയ്തു എന്നാണ്. അപ്പൊ നിങ്ങളെ അവർ ഓർത്തെടുക്കുന്നു. അവർ സന്തോഷിച്ചിരുന്നത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു നിമിഷത്തിൽ തന്നെയാണ് എന്ന് തന്നെയാണ് ഇവിടെ അവർ പറയുന്നത്, നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ടൈം ഐ എം അഫ്രൈഡ് ഇറ്റ്സ് ടു ലേറ്റ് ടു ടേക്ക് ആക്ഷൻ. തീരുമാനമെടുക്കാനായിട്ട് ഞാൻ വൈകിപ്പോയോ എന്നവർ ചിന്തിക്കുന്നു. കുറച്ച് നാളായിട്ട് നിങ്ങളും അവർ സെപ്പറേഷനിലാണ്. തീരുമാനമെടുക്കാനായിട്ട് ഞാൻ വൈകിപ്പോയോ, എൻ്റെ പേഴ്സൺ എന്നിൽ നിന്ന് മാറിപ്പോകുമോ എന്നുള്ള ചിന്ത അവരിലുണ്ട്. അപ്പൊ അവർ തന്നെയാണ് തെറ്റ് ചെയ്തത് എന്ന് അവർ മനസ്സിലാക്കുന്ന സാഹചര്യത്തെയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. റെസിപ്രോസിറ്റി, ഐ വാണ്ട് ടു ഹാവ് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്. അപ്പൊ നിങ്ങൾക്ക് തുല്യത പാസ്റ്റിൽ അവർ നൽകിയിട്ടുണ്ടായില്ല. നിങ്ങളെക്കാളും കുറച്ച് മികച്ചൊരു പേഴ്സൺ ആണ് ഞാൻ എന്നവർ വിചാരിച്ചിട്ടുണ്ടാവണം. ഇനി നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ തുല്യത തരാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. അവരോടൊപ്പം നിങ്ങളെ കാണുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ തന്നെയാണ് ജീവിതത്തിൽ വേണ്ടത്. നമുക്ക് വാല്യൂ ഉള്ളിടത്തേ നമ്മൾ നിൽക്കാൻ പാടുള്ളൂ. ആ ഒരു തുല്യത ഉള്ളിടത്ത് മാത്രമേ നിങ്ങൾ നിൽക്കുവാൻ പാടുള്ളൂ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തുല്യത തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം വിജയത്തിലേക്ക് തന്നെയാണ്, സക്സസിലേക്ക് തന്നെയാണ്. സോൾ ടൈ, ഐ ഓൾവേസ് ഫീൽ കണക്റ്റഡ് ടു യു. എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ്, എപ്പോഴും നിങ്ങളെ ഓർക്കുന്നു എന്നാണ്. ഇതൊരു സോൾ കോൺട്രാക്റ്റ് ആണ്, സോൾമേറ്റ് കണക്ഷൻ ആണ് എന്ന് അവർ തിരിച്ചറിയുന്നു. നിങ്ങളെ മറക്കാനായിട്ട് യൂണിവേഴ്സ് അവരെ അനുവദിക്കുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം നിങ്ങളും അവരും തമ്മിലുള്ള ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് യൂണിവേഴ്സ് ആയിട്ട് തന്നെ ഒരുമിപ്പിച്ചിട്ടുള്ള ബന്ധമാണ്.
നിങ്ങളും അവരും തമ്മിൽ ഒരു ബാഡ് കർമ്മി ഉണ്ടായിരുന്നു. നെഗറ്റീവ് എനർജി ഉണ്ടായിരുന്നു. അതൊക്കെ എൻഡ് ആവാണ്. ഈ മാർച്ച് മാസത്തോട് കൂടിയിട്ട് ഇതെല്ലാം എൻഡ് ആകുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. നമുക്കിനി ടൈം കാർഡ് എടുക്കാം. ഇവിടെ 3 കാർഡാണ് ഷഫിൾ ചെയ്ത് കിട്ടിയിട്ടുള്ളത്. ഇൻ 22 ഡേയ്സ്, വിത്തിൻ 3 months, ഇൻ 17 ഡേയ്സ്. ഈ കാർഡ്സിൽ ഏത് കാർഡാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വാലിഡായി തോന്നുന്നതെങ്കിൽ സ്വീകരിക്കാം, ഇല്ല വെച്ചുകഴിഞ്ഞാൽ വിട്ടുകളയാം. ഈ ഡേറ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ആ ഒരു ഡേറ്റിന് എൻ്റെ പേഴ്സൺ എന്നിലേക്ക് വന്നതിന് താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങളുടെയാണ് ജീവിതം, നിങ്ങളുടെയാണ് തീരുമാനം. നിങ്ങളുടെ പേഴ്സൺ തെറ്റിത്തിരുത്തിക്കൊണ്ട് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അവരെടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് വൈകിപ്പോയോ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. കുറച്ചും കൂടി നേരത്തെ ആകാമായിരുന്നു എന്ന് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ മിസ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ് ഇവിടെ കാർഡ്സിലൂടെ പറയുന്നത്. നിങ്ങളിലേക്ക് വന്നിട്ടുള്ള മാറ്റം അവരെ അതിശയിപ്പിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് വന്നിട്ടുള്ള പോസിറ്റീവ് എനർജി അവർ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലൈഫിനെ കാണുക, നിങ്ങളുടെ ലൈഫിൻ്റെ പ്രോഗ്രസ്സിനെ കാണുക, നിങ്ങളുടെ കരിയറിനെ കാണുക. അവിടെയാണ് നിങ്ങളുടെ പേഴ്സണ് മാറ്റം വരുന്നത്. നിങ്ങൾ ഒരിക്കലും അവരെ ചേസ് ചെയ്ത് പോകരുത്. അവർ നിങ്ങളിലേക്ക് വരട്ടെ. അതുവരെ വെയിറ്റ് ചെയ്യാം. ഈ ഡേറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം. ഈ റീഡിംഗ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റായുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.